ആളുകളെ സഹോദരന്മാരെ, എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാ ഇവരുടെ പള്ളിയിൽ സ്ത്രീകൾ വരുന്നു. സ്ത്രീകളുടെ വളകിലുക്കം കേൾക്കാഞ്ഞാൽ ഇമാമിന് നിസ്കാരം ശരിയാവില്ല, മുജാഹിദ് നിസ്കാരം ശരിയാവില്ല. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ആ ഭീഷണിയിൽ വീണുകൊണ്ട നരകത്തിലേക്കാ പെണ്ണെ നീ പോകുന്നതെന്ന് മുസ്ലിയാക്കന്മാര് പറഞ്ഞോട്ടെ. മുത്തനേതാവിന്റെ കാലത്ത് കുന്ന നിസാഉൽ മുഅ്മിനാതി യശ്ഹദുന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തൽ ഫജ്രി മുതലഫിയാതിൻ ബിമുറൂതിഹിന്ന വയൻഖലിബന ഇലാ ബുയൂതിഹിന്ന ഹീന യഖ്ദീന الصلاة ولا يعرفهن أحد من الغلس. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അവിടുത്തോടൊപ്പം സുബഹി നിസ്കരിക്കാൻ വേണ്ടി ഉമ്മമാരതാ തട്ടവും പുതച്ചുകൊണ്ട്, അതാ വസ്ത്രവും ധരിച്ചുകൊണ്ട്, തട്ടവും പുതച്ചുകൊണ്ട് അതാ മദീനത്തെ പള്ളിയിലേക്ക് വരുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് അവർ മടങ്ങി പോകുന്നത് ഫാത്തിമയാണോ, പോകുന്നത് ആരാണ് എന്ന് തിരിച്ചറിയാനാവാത്തത്ര ഇരുട്ടുള്ള നേരത്താണ് അവർ മടങ്ങി പോകുന്നത് എന്ന് ഹദീസിൽ കാണുന്നില്ലേ? ആരാ പിന്നെ ഇത് ഹറാമാക്കിയത്? പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകൽ നിർബന്ധമില്ല, പക്ഷെ അവർക്കും പോയാൽ പുണ്യമില്ലേ? ആ പുണ്യമില്ലെന്ന് പറയാൻ അവർക്കത് പോകുന്നത് ഹറാമാണ്, മദ്യപാനം പോലെ ഹറാമാണ് എന്നൊക്കെ ഫത്വ പറയാൻ ആർക്കാണ് ഇവിടെ ദീനിൽ അധികാരമുള്ളത്? മുത്തനേതാവിന്റെ പള്ളി, ലോകത്തുള്ള ഏറ്റവും വലിയ 3 പള്ളികൾ, പുണ്യമാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ, സ്ഥാപിതമായ നാള് തൊട്ട് ഈ വഖത്ത് വരെ അവിടെ പെണ്ണുങ്ങളില്ലേ? സ്ഥാപിതമായ നാള് തൊട്ട് ഇന്ന് വരെ അവിടെ പെണ്ണുങ്ങളില്ലേ? സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ പാടില്ല, ഫിത്നയാണ്. അമ്പംകുന്നില ഔലിയ പാപ്പാന്റെ അടുത്തേക്ക് പോകാം, പൊട്ടച്ചിറ ബീവിയുടെ അടുത്തേക്ക് പോകാം, പുത്തമ്പള്ളിയിലേക്ക് പോകാം, ജീപ്പ് വിളിച്ചിട്ടും പോകാം, ബസ്സിൽ തൂങ്ങിയിട്ടും പോകാം, അല്ലാതെയും പോകാം, വീഡിയോ കോച്ച് ബസ്സിലും പോകാം, തിരക്കിയിട്ടും പോകാം, തിരക്കാതെയും പോകാം. അവിടെയൊന്നും ഫിത്നയില്ല. അതേ അവസരത്തിൽ തൃക്കടീരി പള്ളി അടക്കമുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് അവൾ പോയി ഇസ്ലാമിന്റെ വേഷവും ധരിച്ചുകൊണ്ട് ഒന്ന് നിസ്കാരം നിർവഹിച്ചു പോന്നാൽ അത് ഇസ്ലാം അല്ലെന്ന് പറയാനും, അത്തരത്തിലുള്ള പെണ്ണുങ്ങളെ പുലഭ്യം പറയാനും, അത്തരത്തിലുള്ള സ്ത്രീകളെ കുറിച്ച് ആരോപണം വരെ പറയാനും ധൈര്യം കാണിക്കുന്നവരെ, ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ദീനുമായി എന്താണ് ഇതിന് ബന്ധം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതുപോലെ തന്നെ ഈദ്ഗാഹിൽ നിസ്കരിച്ചാൽ അതും കുറ്റമായി. പള്ളി ഒഴിവാക്കിയിട്ട് ഇവർക്ക് അങ്ങാടിയാണ് നിസ്കരിക്കാൻ നല്ലത്. പെണ്ണുങ്ങൾ ഈദ്ഗാഹിലേക്ക് കൊണ്ടുപോകുന്നു, മൈതാനത്ത് നിസ്കരിക്കുന്നു. പുണ്യമാക്കപ്പെട്ട പള്ളി വിട്ടിട്ടാണ് ഇവര് മൈതാനത്തേക്ക് പോകുന്നത്. പുണ്യം നിശ്ചയിക്കേണ്ടത് റസൂലുള്ളാഹിയാണ്. അല്ലാഹുവിന്റെ വഹി അനുസരിച്ച് അവിടുന്ന് നിശ്ചയിച്ചു തന്നിട്ടുമുണ്ട്. മദീനത്തെ പള്ളി ഉണ്ടായിരിക്കെ തന്നെ അവിടുന്ന് മദീനയിൽ പുറത്തേക്കാണ് നിസ്കാരത്തിന് പോയത്. നിങ്ങൾ നോക്കൂ, മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ തന്നെയും എന്താ പറഞ്ഞത്? പള്ളിയേക്കാൾ ഉത്തമം അവർക്ക് മൈതാനമാണെന്നല്ലേ? ഷാഫി മദ്ഹബിൽ മാത്രമല്ലേ അതിന് അപവാദമായ മറ്റൊരഭിപ്രായമുള്ളത്? പള്ളി വിശാലമാണെങ്കിൽ പള്ളിയാണ് ഉത്തമം എന്ന് പറയുന്നുണ്ട്. പക്ഷേ മറ്റുള്ള 3 മദ്ഹബിന്റെ ഇമാമികളും എന്താ പറഞ്ഞത്? പള്ളി വിശാലമാവട്ടെ, അല്ലാതിരിക്കട്ടെ, മൈതാനത്തേക്കാണ് നിസ്കാരത്തിന് പോകേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സമ്പ്രദായമാണ്. എന്നിട്ട് ആ സുന്നത്ത് ഒരു സ്ഥലത്ത് നടത്തുകയാണെങ്കിൽ അതാ പള്ളി വിട്ട് മൈതാനത്തിലേക്ക് പോകുന്നു, ആണും പെണ്ണും ഒരുമിക്കുന്നു, കൂത്താട്ടം തന്നെ എന്ന് പരാതി പറയുന്ന സഹോദരാ, ചിന്തിച്ചുകൂടെ? അതാ റമദാനിന്റെ അവസാനത്തെ 10 പുണ്യരാത്രിയിൽ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കാൻ മുത്തുനബി പറഞ്ഞപ്പോ ശറഫാക്കപ്പെട്ട പള്ളിയിലെ ഇത്തിക്കാഫും വിട്ടിട്ട് അതാ സലാത്ത് തങ്ങളെ പാടത്തേക്ക് പോകുന്നതിൽ തെറ്റില്ലയല്ലേ? അവിടെ നിങ്ങൾക്ക് സുന്നത്തില്ലയല്ലേ? ചിന്തിക്കേണ്ടതല്ലേ? എന്താണ് ഓരോന്നും വിപരീതമായി കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്?